കംപ്ലീറ്റ് ആയിട്ടേ പോകാൻ പറ്റൂ. ഓക്കെ, പാറു ഫോണൊന്നും എടുക്കോ? ഹലോ, രവി ഉണ്ട്, കൊടുക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവന്റെ തലയിലേക്ക് കേറാൻ പാടാ. ബാക്കിയുള്ളവർക്കിട്ട് പണിയുന്നത് നിർത്തിയേക്കാൻ പറഞ്ഞേ മോളെ. ഓവർ സ്മാർട്ട് ആവുന്നതൊക്കെ കൊള്ളാം, പക്ഷെ തണ്ടും തരപ്പടി നോക്കി കളിച്ചില്ലെങ്കിൽ പടമായി ചുമരിലിരിക്കും. കുറെ നാളില്ലായിരുന്നു, ഇപ്പൊ പിന്നെയും തുടങ്ങി. എന്നതാ ഭീഷണി ഫോൺ കോൾ. കൈ വെട്ടും കാല് വെട്ടും കൊന്നുകളെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സംശയത്തിൽ രവി തന്നെ കാശ് കൊടുത്ത് വിളിപ്പിക്കുന്നതാണോന്നാ. എന്തിന്? എന്റെ മുമ്പിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നിപ്പിക്കാലോ. ഇനി ഈ ഭൂമിയിൽ പെണ്ണെന്ന് പറയുന്ന കൊസറ കൊള്ളിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ചുമ്മാതാണ് പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ പറഞ്ഞത് ആർമിയിലും മറ്റ് ഫോഴ്സിലും ഒക്കെ കൂടുതൽ പെണ്ണുങ്ങൾ വേണമെന്ന്. എന്തൊരു വക്ര ബുദ്ധി. അമ്മൂ, മമ്മയുടെ മോളിൽ അങ്ങ് വേഗം കുടിച്ചേ, അപ്പോഴേ ബിഗ് ഗേൾ ആവും. അപ്പോ ബിഗ് ഗേൾ ആയ സ്കൂളിൽ പോകണ്ടല്ലേ മമ്മ? വേണ്ട, നമുക്ക് കോളേജിൽ പോവാം. വാ. Belated happy birthday. ഓ താങ്ക് യു. നീ എപ്പോഴെത്തിയേ? ഇന്നലെ. ആ, ഈ ഗിഫ്റ്റിന്റെ പിന്നിൽ എന്താ? ആ, അടുത്ത ആഴ്ച നിന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരെണ്ണം കിട്ടുന്ന വരച്ചിട്ടാണോ? വേണ്ട മോളെ. പിശുക്ക് പാറു കെട്ടിയോ സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ നിലവറയിൽ വെക്കാതെ കുറച്ചിങ്ങ് പോരട്ടെ. ആ, അമ്മൂലുണ്ടായിരുന്നോ? ആന്റി കണ്ടില്ലടാ. ആന്റി, you have put on weight. ഓ, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു സൈസ് 0 മുതൽ. പൊടി. ആ, ഇതെപ്പോ വന്നു? ആ, ജസ്റ്റ് നൗ. ആൻസി ഒരല്പം മെലിഞ്ഞോ? ആഹാ, ഇതാ ഇപ്പൊ നന്നായേ. നമ്മുടെ മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ഇവള് വണ്ണം വെച്ചു. അത് അവള് നീയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ. പ്രേമിൽ ഞാനും കൂടി വന്നപ്പോ ബാലൻസ് ആയില്ലേ തടി. ആൻസിയുടെ ഡയറ്റ് വെക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ വയറും ചാടി കവളും ചാടി പെരുത്തിരിക്കുമ്പോ ആൾക്കാർ വിചാരിക്കും ഇവളെ ഞാൻ പട്ടിണി കിടുവാന്ന്. എന്നാലും വണ്ണം കുറയ്ക്കത്തില്ല. ആർക്കണ്ടോ വാക്ക് കൊടുത്തതുപോലെ. അയ്യോടാ, എനിക്കും കൂടെ വേണ്ടി നീ മെലിയുന്നുണ്ടല്ലോ. നാളെയല്ലേ നിങ്ങളുടെ കിറ്റി പാർട്ടി. ഇവളെ ഞാൻ പൂർണ്ണമായും വിട്ടുതരിക. അമ്മ, ഭാര്യ എന്നീ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പണ്ട് ഇവളെ കോളേജ് വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു. മരം കേറി പാറു. എല്ലാ ഫ്രീഡം ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നെ മരം കയറി ഭാര്യ. സോ ടേക്ക് കെയർ. ഞാൻ വിളിക്കാം. അമ്മുക്കുട്ടി പപ്പായ പോലെ ഫ്ലാറ്റ് കെട്ടുവാണോ? അല്ല, വീടാ. ഓ, വീടാണോ? You are really lucky to have a husband like him. Thank you. Good morning, sir. ആ, ശ്യാം, അറിയാ എന്താണ് ഓഫീസ് ടൈമിലാണോ പഞ്ചാരടി? അറിയാം. ആന്റണി. ഹായ് രവി. ജെയിംസായ ഒരു കാപ്പി പറ. ഒന്നുമില്ല, നാളെയല്ലേ പുതിയ പ്രോജക്റ്റ് ലോഞ്ച്. യെസ്, മറൈൻ മിരാഷ്, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വില കൂടിയ പ്രോജക്റ്റ്. 2 വർഷം തലച്ചോറും മനസ്സും ഒരുപോലെ കൊടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഡ്രീം പ്രോജക്റ്റ്. പക്ഷെ പ്രോജക്റ്റ് ഓണായപ്പോൾ ഞാൻ ഔട്ട്. പട്ടരെ നിന്നെ പ്രോജക്റ്റ് ലീഡാക്കി. വന്ന കാലത്തെ വലിയ പട്ടരെ നീ കീശയിലാക്കി. ഇപ്പം തൻ്റെ മോനെ. കൊള്ളാം. എന്തൊക്കെയാ ആന്റണി പറയുന്നത്? എനിക്ക് ഈ മെറൈൻ മിറാഷിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. കമ്പനി ഏൽപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ തനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. താൻ പറയണ്ടേ? ഒരു കാര്യം ചെയ്യാം, നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തന്നെ പ്രോജക്റ്റ് ലീഡാക്കാൻ ഞാൻ നവീൻ സാറിനോട് സംസാരിക്കാം. ട്രസ്റ്റ് മീ മാൻ, ഐ എം നോട്ട് ബ്ലഫിംഗ്. ഞാൻ സംസാരിക്കാം. सुहानी रात ढल चुकी, ना जाने तुम कब आओगे. सुहानी रात ढल चुकी, ना जाने. കുഞ്ഞാടുകളെ, നിങ്ങൾ എല്ലാവരും ഫുള്ളാണോ? അടിച്ചു മോനെ. ഞാൻ വിട്ടടാ പോവേ. ഇവൻ കളിക്കാതിരുന്ന അത് നഷ്ടമാ. ചേർക്കനെല്ലാം തൂത്തുവാരി പോവുള്ളൂന്നേ. അതെന്ത് പോക്കാച്ചായ? അടങ്ങി അവിടെ ഇരി. ഒരു ബാഗ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. ഓ വേണ്ടടാ പോവേ. രണ്ടാമത്തെ അറ്റാക്ക് കഴിഞ്ഞത് പിന്നെ അന്നമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. വീട്ടിൽ ചെന്ന് കുറിച്ച് കിടന്നാലുടൻ അവൾ ഒരുപിടി മരുന്നുമായിട്ട് വരുമെന്നേ. ഓ, ഈ ഒരു പെഗ് കൊണ്ടൊന്നും അച്ചായനെ കർത്താവ് വിളിക്കുകയില്ല. ദുഷ്ടനെ പന പോലെ വളർത്തുന്നില്ലയോ? ചേട്ടാ,
ചേട്ടൻ കളിക്കണതൊക്കെ കൊള്ളാം. ഈ രവി ഉണ്ടല്ലോ, ഈ ചുള്ളന്റെ കൂടെ കളിക്കുമ്പോ ഒന്ന് നോക്കിയും കണ്ടൊക്കെ കളിച്ചോളൂട്ടാ. അതെന്താ ഡേവിസ് ചേട്ടാ, ഇത് കളിയല്ലേ? എൻ്റെ സമയം നന്നായോണ്ട് ഞാൻ ജയിക്കുന്നു, അല്ല എന്താ? ഉവ്വ്, നിന്റെ ടൈം ബെസ്റ്റ് ടൈമാ ഗഡിയെ. അതിപ്പോ കളിയിലായാലും കച്ചവടത്തിലായാലും. നമ്മുടെ ബ്ലൂ സ്റ്റാർ ഗോവിന്ദേട്ടന്റെ 70 സെന്റ്, ഹൈ നമ്മുടെ ടെക്നോ പാർക്കിന്റെ അടുത്തേ സെന്റിന് 50 ഉറുപ്യ കൂട്ടി നീ അങ്ങോട്ട് മറിച്ചപ്പോ ഡേവിസേറ്റിന് നഷ്ടം 20 ഉറുപ്യ. 20 ലക്ഷേ. ഡേവിസേറ്റിന് അഡ്വാൻസ് തിരിച്ചു കിട്ടി. പക്ഷേ സംഗതി അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ലട്ടാ. പിന്നെ ഈ ടൈം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സുഖമുള്ള സംഗതിയാ. ഒന്ന് കാശിക്ക് കുത്തിയൊരു വലിയ അങ്ങോട്ട് വലിച്ചാലുണ്ടല്ല, കിങ് ചിലപ്പോ ജോക്കറാവും. ജോക്കറാവണ്ട, കിങ്ങായി തന്നെ ഇരുന്നോ. ഡേവിസ് ചേട്ടൻ ഇതുകൊണ്ട് എന്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. എന്തുട്ടിന്? അതൊന്നും വേണ്ടോ. ഇപ്പൊ ഈ കാട്ടുകാരൻ ഡേവിസിന്റെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ ജീവിതത്തിനോട് പന്തയം വെച്ച് നേടി തന്നെയാ. നമ്മുടെ അപ്പനോട് പോലും കൈ നീട്ടിയിട്ടില്ലാന്നേ. പിന്നല്ലേ പോയ കാശൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഗഡിയെ നമ്മളെ തൃശ്ശൂർന്ന് വണ്ടി കയറിയത്. രവിയെ, നിനക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ, അതുപോരെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യാൻ? നമ്മള് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഡേവിസ് ചേട്ടാ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ കാട്ടൂക്കാരൻ പത്രാസിൻ്റെ പളപ്പുണ്ടെന്നല്ല. ഒരൊറ്റ മുറി ഫ്ലാറ്റിൽ ഈ ടൗണിൽ ജീവിച്ചു തുടങ്ങുന്ന കാലത്ത് ഒരു തൃശ്ശൂരുകാരന് മാത്രം വഴങ്ങുന്ന ചില കോമഡികളുമായിട്ട് എൻ്റെ ജീവിതത്തിലെ പങ്കപ്പാട് ഒരുപാട് അലിയിച്ച് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ. അതൊരു ചെറിയ കാര്യമല്ല എനിക്ക്. ആ സ്നേഹവും കടപ്പാടും എനിക്ക് എന്നുമുണ്ട്. അതിമ്മാരി കൂപ്പിലെ കുന്നങ്ങളുണ്ട് ഇല പിടിച്ചിട്ട് വെറുതെ ചളിയാക്കരുത്. പിന്നെ ഞാൻ റിയൽ എസ്റ്റേറ്റ് കളിക്കുന്ന കാര്യം, ഒരു മോളാണേ വളർന്നു വരുന്നത്. നമ്മുടെ അപ്പനോ നമുക്കൊന്നും തന്നില്ല, നമ്മളെങ്കിലും. അതല്ലയോ അതിൻ്റെ ഒരു ദൈവനീതി. ഈ മറുപടി ഡേവിസേട്ടന് ഇഷ്ടായിട്ടാ. നല്ല മയത്തിൽ പറഞ്ഞാലും സംഗതി ഒടക്കിലേ തന്നെയാ. അങ്ങോട്ട് സുഖിച്ചു കിടേ. നിനക്കറിയാലോ, ഡേവിസേട്ട ഉടക്കിയതാ. നിനക്ക് വേണ്ടി ഒരു ചെറിയ ബോംബ് നമ്മള് കരുതി വെക്കേണ്ടിട്ടാച്ചോളാ. ഡേവിസേട്ടൻ നമുക്ക് വേണ്ടി എന്നും പാടിത്തരാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട അത്രിയില്ലേ, 2 അടിച്ച് കിണ്ടി ഇളകുമ്പോൾ മൂപ്പര് പറയാറുള്ളൊരു കൊങ്ങിണി നാടൻ തെറിയുണ്ട്. തുകയിൽ ബപ്പാക്ക ബുദ്ധി സിക്കേസി രണ്ടേ പുത്ത. ഐ എം റൈറ്റ് അത്രി? അതിൻ്റെ അർത്ഥം സൗകര്യം പോലെ ചോദിച്ച് മനസ്സിലായിക്കോളൂ. പോട്ടെ, അപ്പോൾ നാളെ കാണാം. ആൻ്റണി. നവീൻ സാർ. രവി, ഒരു മിനിറ്റ്. ഒരു റെക്കമെൻഡേഷൻ അല്ല, വെറുതെ ഒരു സജഷൻ. നമുക്ക് ഈ പ്രോജക്റ്റിന് വേറൊരു ലീഡിനെ. ആർക്കാ തന്നെക്കാൾ താല്പര്യം? അല്ല, ആൻ്റണിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നെക്കാൾ നന്നായി അയാൾക്ക് അത് ചെയ്യാൻ പറ്റും. അയാളൊരു ബേസിക് ടേസ്റ്റാണ് മെറൈൻ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡിസൈനിങ്ങും. നോ പൈസ ഇത് നിങ്ങൾ തന്നെ ലീഡ് ചെയ്തേ പറ്റൂ രവി. എന്നാൽ റിസ്ക് എടുക്കാൻ മുടിയാതെ. ഡാഡി ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് മറ്റെന്തോ കൂടെ കണ്ടിട്ടാന്ന് കൂട്ടിക്കോളൂ. ഗുഡ് ഡേ. പാറു, നവീൻ്റെ തന്തപ്പടി സാക്ഷാൽ കൃഷ്ണമൂർത്തി സാർ, നമ്മുടെ ചെയർമാൻ. എന്നെപ്പോൾ റീജിയൻ ഹെഡിനെ അയാളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് സംതിങ് ബിഗ്. ഒരു ദിവസം എന്തായാലും അവിടെ തങ്ങേണ്ടി വരും. പട്ടരുടെ സിൽബന്ദികളുമായിട്ട് വെള്ളവടി, വീരസ്യം മുഴുവൻ കേൾക്കേണ്ടി വരും. ഇയാൾ പണ്ട് വലിയങ്ങാടി ചുമരെടുപ്പ് തുടങ്ങി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡറായി മാറിയ ഹാജി മസ്താൻ കഥ 101 തവണ. പക്ഷേ നേരെ മിനിറ്റ് വിളിക്കുമ്പോൾ രവി എബ്രഹാം ചിലപ്പോൾ ലേറ്റീം സ്ട്രക്ചേഴ്സിൻ്റെ വൈസ് പ്രസിഡന്റ്. റിയലി ഗ്രേറ്റ്. അപ്പോൾ രവിക്ക് നാളെ എന്തായാലും പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കിറ്റി പാർട്ടി ക്യാൻസൽ ചെയ്തേക്കാം. മോളെ നോക്കി ഞാൻ ഇവിടെ ഇരുന്നോളാം. നോ വേ. ആൻസിയായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ടാ. നീ അങ്ങനെ തന്നെ ഒരു കോപ്പം കെട്ടിയവനാക്കല്ലേ. ഒരു കാര്യം ചെയ്യും, നിനക്ക് വയ്യാണ്ട് കിടന്നപ്പോൾ മോളെ നോക്കാൻ വന്നൊരായില്ലേ, എന്തായിരുന്നു അവളുടെ പേര്? സിസിലി. ആ, കോളർ. അവളടുത്താവുമ്പോൾ മോൾ ഇരുന്നോളൂ. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോണ വഴിക്ക് നിന്ന് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഞാനെന്നാ അവളെ വിളിക്കാം. കോളർ. സേവ എന്നല്ലേ? ബിയാട്രിസ്, സിസിലിക്കൊരു ടെസ്റ്റ് ഉണ്ട്, പകരം വന്നതാ. വരൂ. കുറച്ച് ലേറ്റായി, മുടിഞ്ഞ ട്രാഫിക് കാരണം. കുഴപ്പമില്ല, ഇവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. കൊച്ചെവിടെ? അമ്മു. കൊച്ചിന്റെ പേരെന്താ? കൊച്ചല്ല, അമിത സൂസൻ ഏബ്രഹാം. ഹായ്, കൊള്ളാലോ. ആ, രവി റെഡിയായോ? പിന്നല്ലാതെ. നിനക്കല്ലേ ലിപ്സ്റ്റിക് മാസ്കരൊക്കെ, എനിക്ക് എക്സ്ട്രാ ആയിട്ട് അണ്ടർവെയർ മാത്രം ഇട്ടാ പോരെ. വൃത്തിയായിട്ടവനെ ആരാ നിന്നെയൊക്കെ പിടിച്ച ആ ഓഫീസിലിരുത്തിയേ? ആ പിന്നെ സിസിലി അല്ല,
വന്നത് ഒരു പുതിയ പെണ്ണ, ബിയാട്രിസ്. ബിയാട്രിസ്? ഉം. ആ പേരിൽ എന്തോ ഒരു കുഴപ്പമില്ലേ? ഛേ, ഇല്ലേ? ബിയാട്രിസ് എന്തോ. മമ്മ ഒരു ഉമ്മ തരട്ടെ. ലഞ്ച് കഴിപ്പിച്ചോണേ, ഇച്ചിരി പാടാ. അമ്മുകുട്ടി, ഈ മമ്മ ഇന്നലെ പറയുവാ പപ്പ ഭയങ്കര തടിയാണ്. ഒന്നോ? പപ്പ പെർഫെക്റ്റാ. അതെ അതെ, ഇവളങ്ങനൊക്കെ പറയും. ഇവളുടെ ഹീറോസ് ആരാന്നറിയോ? WWF തടിയന്മാരാ. തടിയന്മാരൊന്നല്ല, കേനാ. കളഞ്ഞലോടി മുത്തേ. പോട്ടെ, പപ്പാച്ചൊരു ഉമ്മ തന്നെ. ഓക്കെ ഓക്കെ. ബിയാട്രിസേ, അറിയാലോ, പാറൂര് പാർട്ടിക്ക് പോവാ. എത്ര ലേറ്റ് ആയാലും അവള് വന്ന ശേഷമേ പോവാം. അത്രേ ഉള്ളൂ. പാറു, മൊബൈലിന്റെ ചാർജർ ഞാൻ വണ്ടിയിലെടുത്ത് വെച്ചു. ഇല്ല, രവിച്ചും വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെ പാറു? കേട്ടിട്ടുണ്ട്. വണ്ടി കയറി മാപ്പിളെ. ഒരു കോംപ്ലിമെന്റ് തരാന്ന് വെച്ചപ്പോ വേണ്ടേ? വേണ്ട. ബൈ മോളു. ബൈ. ലവ് യു. ബൈ. ഈ ബിയാട്രിസിനൊപ്പം ഇരുന്നോളൂല്ലോ അവള്. ഓ, ഇന്നലെ ഞാൻ പറഞ്ഞ VP പോസ്റ്റ് ചിലപ്പോൾ ഒരു അതിമോഹമായിരിക്കാം. പക്ഷേ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആയപ്പോലും 80% ഹൈക്ക് കിട്ടും. എടി, നമ്മളന്ന് പോയി കണ്ട മെറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിലെ കടലിലേക്ക് തുറക്കുന്ന ബാൽക്കണിയിൽ നിനക്ക് ഒരുപാട് ഇഷ്ടമായത്, അത് വാങ്ങണം. രവിക്ക് അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഞാൻ ചുമ്മാ ഒരു ഭ്രാന്ത് പറഞ്ഞതല്ലേ. ഇത്തരം ചില ഭ്രാന്തുകളില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്. ഹീരയിലുണ്ടായിരുന്ന ഒരു അജയനില്ലേ, ആർക്കിടെക്ട്, അയാളാണ് ഇപ്പോൾ അവിടെ മാർക്കറ്റിംഗ് ഹെഡ്. പുൽക്കര കൂട്ടിയിൽ. എൻ്റെ വണ്ടി ഒന്ന് പണിമുടക്കേ. അത്രയിടം വരെ ഒരു ലിഫ്റ്റ്. താങ്ക്സ്. ഈ സിറ്റി സെൻറ്ററിന് അങ്ങടയ്ക്കാം. ഇപ്പോഴാണ് സമാധാനമായത്. സ്പീഡ് പാർസൽ സർവീസിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടേ. അങ്ങനെയുള്ള ദിവസമാണ് ഇവൻ ഈ പണിമുടക്കം കറുത്താലൊക്കെ. ഇന്നല്ല കേട്ടോ, എന്നും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയായിരുന്നു പേര്? രവി എബ്രഹാം. ഇത് ഭാര്യയായിരിക്കും അല്ലേ? അതെ, പാർവതി. ആ, ഏയ്, അപ്പോൾ ഈ ഇന്റർകാസ്റ്റ് അതാണോ? അതെ. ആ, എവിടെയാ പണി? ജോലിയേ? ആ, ഏട്രിയൻ ടവേഴ്സിലാണ്. ആ, ഇത് ആ 20 നിലയുള്ള? 21 നില. ആ, അത് തന്നെ. അവിടെ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനായിട്ട് വന്നതല്ല, അവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ശങ്ക. ഈ അതെ, അവിടെ ആ സമയത്ത് എൻ്റെ ഒരു ചങ്ങായി ജോലി ഉണ്ടായിരുന്നു 3-ാം നിലയിൽ. പ്രൈം ഫോക്കസ്. പ്രൈം ഫോക്കസ്. അടയ്ക്കാപ്പുത്തൂരുള്ള സന്തോഷേ, അവൻ്റെ ഓഫീസിൽ വന്ന് കാര്യം ഭംഗിയായിട്ട് അങ്ങോട്ട് സാധിച്ചു. ഇതേതാ വണ്ടി? ഫോർച്യൂണർ. ആ, എൻ്റെ അടുത്ത് ഒരാൾ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടേ. അത് ഇതല്ല കേട്ടോ, CRV 2005 മോഡൽ. ഒരു 12 ലക്ഷം റുപ്യ അവർ പറയണേ. എൻ്റെ കയ്യിൽ 2005 12 ലക്ഷം തെറ്റില്ലാത്ത വിലയാണ്. ആ, ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയ നിങ്ങളുടെ വണ്ടി പഴയതാ, 98. ഇവൻ കുറച്ച് നാളായി കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ടേ. ഞങ്ങൾ 3 നാളാണെന്ന് തോന്നണേ. തമ്മിൽ അങ്ങോട്ട് ചേരണില്ലേ? ചിരിക്കണ്ട, ഈ മനുഷ്യരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാറില്ലേ? ഇപ്പം നമ്മൾ തന്നെ, ഞാൻ കയറിയിട്ട് കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ തന്നെ ഇത്ര അടുത്തില്ലേ? വണ്ടിയോളും ഇങ്ങനെ തന്നെയാ. പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ് ഒരു 10-20 വർഷം കഴിഞ്ഞാലും ഭാര്യയായിട്ട് അത്ര നല്ല സ്വരച്ചേർച്ച ഉണ്ടാവില്ലേ?
ഞാനും എൻ്റെ വണ്ടി അങ്ങനെ തന്നെയാണെന്ന് തോന്നണേ. എപ്പോഴും പ്രശ്നമാണേ. എന്നാ പെട്രോൾ കുടിക്കണില്ല, എന്തെങ്കിലും കുറവുണ്ടോ? അതൊട്ടില്ലേനും. ഏയ്, ഇടത്തേക്കല്ല കേട്ടോ, വലത്തേക്കാ. സിറ്റി സെന്റർ അല്ലേ? ഇങ്ങോട്ടാ? ഏയ് അല്ലാന്നേ, വലത്തേക്കാ. അല്ല മാഷേ, ഇതാ വഴി. ഏയ് വലത്തേക്ക് തിരിക്കുക. ഇത് തന്നെയാണ് വഴി. എനിക്കറിയില്ലേ. വണ്ടി വലത്തേക്ക് തിരിക്കടാ. എങ്ങനെ? വണ്ടി വലത്തേക്ക് തിരിക്കടാ. നേരെ നോക്കി ഓടിക്കടാ. ഇതൊരു വലി വലിച്ച നിന്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകും. ഇതിന് ഞാൻ പറയുമ്പോഴേ നിൽക്കും ഈ ഓട്ടം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ എബ്രഹാമേ? അതെന്താടാ, നിന്റെ അപ്പന്റെ പേര് എബ്രഹാം തന്നെയല്ലേ? നിങ്ങൾക്കല്ലേ കൊള്ളാം. സ്മാർട്ട്നെസ് എനിക്കിഷ്ടമാണ്, പക്ഷെ അത് ഞാൻ കാണിക്കുമ്പോൾ മാത്രം. എന്താ സർ, അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വല്ലതും ആണോ? അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഫുൾ ക്യാഷ് വിഡ്രോ ചെയ്യാണ്. സർ, എനിക്ക് മാനേജറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യണം. എന്തിന്? എനിക്ക് നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന എൻ്റെ കാശ് എടുക്കണമെങ്കിൽ അകത്തിരിക്കുന്ന മാനേജറുടെ ഈ ശുപാർശ വേണം. ഇതാണോ നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്ന ഈ 1 മിനിറ്റ് ബാങ്കിങ്? വട്ടിപ്പലിശക്കാരൻ്റെ അടുത്ത് ഇതിൽ എളുപ്പം കിട്ടുമല്ലോ. ഐ വോണ്ട് മൈ മണി ആൻഡ് ഐ വാണ്ട് ഇറ്റ് നൗ. രവി, ഡോണ്ട് മേക്ക് എ സീൻ. ഇവിടുന്ന് പാനിക് ആവല്ലേ, ആളുകൾ ശ്രദ്ധിക്കുന്നു. രവി ചെന്ന് വണ്ടിയിലിരിക്കാൻ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പാറു, ഇവർ വെറുതെ. ജസ്റ്റ് തിങ്ക് ഓഫ് അമ്മു. ചെല്ല്. സോറി, രവി കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ക്യാൻ യു പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്? ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഡ്രോയിങ്ങിൽ വലിയ താല്പര്യമല്ലേ? നൈസ് പിക്ക്. നമുക്ക് വേണ്ടപ്പെട്ടവരെ ബാധിക്കുന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മളല്ലാതായിത്തീരുന്നു. അതങ്ങനെ വരാവും. ഇനിയെങ്കിലും അമ്മനെ വിട്ടൂടെ? ഞങ്ങൾക്കുള്ളത് മുഴുവനും അതിലുണ്ട്. എണ്ണി നോക്കണ്ടല്ലോ അല്ലേ? വേണ്ട, കൃത്യമാണ്, മുഴുവനും ഉണ്ട്. 77,334 രൂപ. നോട്ട് ബാഡ്. എൻ്റെ ഇന്നത്തെ സമ്പാദ്യം. നൗ ഗിവ് മി യുവർ ക്യാഷ് ആൻഡ് കാർഡ്സ്. ഗിവ് മി യുവർ ക്യാഷ് ആൻഡ് കാർഡ്സ്. വണ്ടി നിർത്തിയ പുകച്ചു കളഞ്ഞ വണ്ടിയടാ. ഇത്രയും പണം ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കൊരു ഇറിറ്റേഷനായിരുന്നു. ഇപ്പം ആശ്വാസമായി. വിളിച്ചു പറ, വരാൻ വൈകുന്നു. ആരെയെന്ന് വെച്ചാ. ഹലോ സർ, രവിയാണ്. ഇല്ല, വരും, കുറച്ച് വൈകും. പാർവതിക്ക് നല്ല സുഖമില്ല. ഇല്ല, സ്ഥലം അറിയില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. ആ, താങ്ക് യു സർ. ഇനി പാർവതിക്ക് വിളിക്കണ്ടേ? വിളിക്കാതിരുന്നാൽ അവരവിടെ കാത്തിരിക്കില്ലേ? കിറ്റി പാർട്ടികളോട്
നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കരുത്. ഹലോ ആൻസി, എനിക്കിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയാം, വിളിക്കാം. ഓക്കെ, യു ക്യാരി ഓൺ. സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ രണ്ടാൾക്കും? നല്ല വിശപ്പില്ലേ? ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി മുന്നോട്ട് വണ്ടി പോവില്ല. ഇവിടെ നമുക്ക് നിർത്താം. ഈ ചേരിക്കപ്പുറത്തൊരു ഹോട്ടലുണ്ട്. ഇവിടെയോ? ഈ സ്ഥലവും ഇവിടുത്തെ ജീവിതവും എന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലല്ലോ. ആ സാറേ, അകത്തോട്ടിരിക്കാം. പറഞ്ഞോ സാർ. ഇതാ ചായ. ഉടനെ ഉണ്ട്. സാർ ഇവിടെ? ആ, എന്താ ഉള്ളത്? സാറിന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. ആ, ആന ഫ്രൈ ഉണ്ടോ? എന്താ സാർ? ആന ഫ്രൈ. അത് പിന്നെ സാർ മുള്ളമന്നിയോ? അതാ ചോദിച്ചത്, എന്താ ഉള്ളതെന്ന് വെച്ചാൽ പറയാൻ. സാർ മീനായിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ. കരിമീൻ, നെയ്മീൻ, കൂന്തല്. 5 മിനിറ്റ് പറയാം. അപ്പോൾ നിങ്ങൾ പോവുമല്ലേ? എങ്ങോട്ട്? പൈസ വേണ്ടേ? ഉള്ളതെല്ലാം ഞാൻ കത്തിച്ച് കളഞ്ഞില്ലേ. എൻ്റെ കയ്യിൽ നേരത്തെ കാശില്ലല്ലോ. ഇവിടുത്തെ ബില്ല് കൊടുക്കണ്ടേ? പിന്നെ ഓടാനുള്ളതല്ലേ നിങ്ങൾക്കൊരുപാട്. യാത്രയുണ്ട്, വണ്ടിക്ക് ഡീസൽ അടിക്കണം, വിശക്കുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കണം. ചിലവല്ലേ? ഇനഫ് ഇസ് ഇനഫ്. പറ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ? അത് പറഞ്ഞിട്ട് മതി ഇനി. ആണോ പാർവതി? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലേ? യു ടെൽ മീ. ഇപ്പോഴത്തെ ആണുങ്ങൾ പൊതുവെ നല്ല തീരുമാനങ്ങൾ എടുക്കാറില്ല. രവി പ്ലീസ്, ലെറ്റ്സ് ഡു ഇറ്റ്. അമ്മുവിന് വേണ്ടിയെങ്കിലും. എൻ്റെ മോള് നിന്റെ കയ്യിലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനോടും നഷ്ടപ്പെടാൻ ഒരുപാടുള്ളവനോടും കളിക്കരുത്. അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. 1/2 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ പൈസയുമായി വന്നില്ലെങ്കിൽ അമ്മുവിനെ പിന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഹോം ഡെലിവറി വരും. ഒരു കുഞ്ഞ് ശവപ്പെട്ടി. ഇതെങ്ങോട്ടായിരുന്നു? അവിടെ നോക്കാം. രവി, നമുക്ക് ആരെങ്കിലും വിളിച്ചാലോ? എങ്ങനെ വിളിക്കാനാ? എല്ലാ നമ്പറുകളും മൊബൈലല്ലേ. എനിക്കാണെങ്കിൽ കാണാതെ ഒരു നമ്പർ ഓർമ്മയില്ല. ഓഫീസിലെ പോലും അറിയില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ ആരെ വിളിക്കാൻ? ആരെ വിശ്വസിക്കും? പിന്നെ വിളിച്ചാൽ ആരെങ്കിലും എത്തിപ്പെടണ്ടേ ഇതുപോലത്തെ ഒരു സ്ഥലത്ത്? 20 മിനിറ്റിനകം നമുക്ക് ഈ വാച്ച് പണയം വെക്കാൻ നോക്കാം. ഈ പണയം എടുക്കുന്നതെങ്കിലും സോറി, ഈ പണയം വെക്കുന്ന സ്ഥലം ഏതെങ്കിലും. ഇതിലാരെ പണയം വെക്കാനാണ്? ഈ വാച്ചൊക്കെ വാച്ച് പണയം വെക്കാനാണ്. നീ എന്താ ആളെ മൊയന്താക്കി ഇറങ്ങിയിരിക്കണാ? ഇട്ടിരിക്കണ തുണിയും പണയത്തിനാ. ആ നാപ്പിയ സ്ട്രീറ്റിൽ ഒരു വളിക്കുണ്ട്. ഹക്കീം സൈഡ്
സായിപ്പന്മാരിട്ടിരിക്കുന്ന അണ്ടർവെയർ വാങ്ങുന്ന സാധനമാണ്. ഒന്ന് നിന്ന് നോക്കി. ഇവിടുന്ന് രണ്ടാമത്തെ വല്ലത് ഭൂഗാരി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ അത്ര പണ്ടൊന്നുമല്ല, ആൾക്കാർ ഇതിനെ വിളിച്ചിരുന്നത് BBL ഗാരി എന്നാ. പിന്നെ 98 നമ്മൾ റനീസ് റഹ്മാൻ, നിങ്ങൾക്കറിയാം, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ കച്ചവടമല്ല G-Tech, ഇവൻ സിംഗപ്പൂരിൽ പോയി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ബുൾഗാരിയാണെന്ന്. ഇപ്പം അവിടുന്ന് പോയി ഭൂഗാരിയായി. ഇതൊന്ന് പണയം വെക്കണം. അല്ല, ഇപ്പം നിങ്ങൾ ഏത് രാജ്യത്തപ്പോൾ ഉള്ളത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വാച്ച് പണയത്തിനെടുക്കുമോ? പണ്ട് സീക്കോ റേക്കോ ഒക്കെ ആണെങ്കിൽ അക്കാലത്ത് അത് ശരി. ഒറിജിനലാണത്. ഈ ഇരിക്കുന്ന ഹക്കീം ചേട്ടൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുണ്ട്, മെയ്ഡ് ഇൻ ബേപ്പൂർ. അപ്പോഴാണ് ഒരു ഭൂഗാരി. പൊന്നാണെങ്കിലും പൊരുളാണെങ്കിലും ഇതാ ഇങ്ങനെ ഉള്ളം കയ്യിൽ എടുത്തു വെച്ചാൽ ഇൻ്റെ ഞരമ്പുകൾ പറയും, മോനെ ഹക്കീമേ പുന്നാര മുത്തേ അത് ഒറിജിനലാണെന്ന്. അല്ലെങ്കിൽ എടാ ഹക്കീമേ പഹയ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും. നിങ്ങൾക്കറിയോ, ഇവിടെ തൃശ്ശൂരടുത്ത് പെരുമ്പിലാവിൽ ഒരു അബ്ദുൽ കരീം ഹാജി ഉണ്ട്. മൂപ്പര് താന്നൂർന്ന് ഒരു 5-8 കൊല്ലപ്പിള്ളേരും കൂട്ടിയിട്ട് മലേഷ്യയിൽ പോയി വാച്ച് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് നമ്മളിവിടുത്തെ ടൈറ്റാനിയം സിറ്റീസിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അവർ ഷോറൂമിൽ തന്നെ വെക്കലാ പരിപാടി. ഈ കൊച്ചിയിൽ ഒരുപാട് ആൾക്കാർ അതും കെട്ടി സുജായിമാരായി നടക്കുന്നുണ്ട്. ഇപ്പൊ തെക്കന്മാരെ പണി ഇമാതിരി ഐറ്റംസിന്റെ അച്ചുണ്ടാക്കലാ. കൽക്കപ്പന്മാരല്ലേ ടാഗ്യോറിന്റെ വാച്ചൊക്കെ ഇപ്പൊ കൊച്ചിയിൽ ഇറങ്ങുന്നത്. ശരി, പണയം വേണ്ട. എന്ത് വില? ഒരു 6000 ഉറുപ്പ്യക്കാണ് കബൂൽ. 6000 രൂപയോ? 1 ലക്ഷം രൂപ ഉണ്ടതിന്? ഇതിന്റെ വിലയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. പഴകിടയിനനുസരിച്ച് വില കൂടാൻ ഭൂമിയൊന്നും അല്ലല്ലോ. ഏന്റി മുന്തി ഐറ്റന്റെ 10,000 കാണണം നിങ്ങൾക്ക്. ഭൂഗാരിന്റെ ഡയഗണോ സീരീസ് 6000 രൂപ എന്നൊക്കെ പറഞ്ഞ ഗ്യാരണ്ടി കാർഡില്ല, ബോക്സ് ഇല്ല, പോട്ടെ വാങ്ങിയ കിടന്ന കവർ പോലും ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാ? 6000 തന്നെ ജാസ്തിയാ. 6000 6000 തരൂ. ആദ്യത്തെ കച്ചവടം ഏതാണ്ട് എത്ര സ്ട്രിക്റ്റ്. അതെ, ഇങ്ങനത്തെ ഐറ്റംസ് ഇനിയും ഇവിടെ എടുക്കും കേട്ടോ. പക്ഷെ ഇപ്പം ഇവിടെ കൊച്ചിയിൽ നല്ല മൂവിങ് ഉള്ള ബ്രട്ട്ലിങ്ങും ബോമൻ മെർസലും ഒക്കെയാണ്. നിങ്ങൾ ആ സാധനം കൊണ്ടുവന്നോളി, വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ചായക്ക് വരട്ടെ. വേണ്ട, ഈ ടിപ്പു സുൽത്താൻ ഹോട്ടലിലേക്കുള്ള എളുപ്പ വഴി. ടിപ്പു സുൽത്താൻ ഹോട്ടലിൻ്റെ അതിൻ്റെ പിന്നെ തന്നെ ഈ സൈഡിൽ ഒരു തോടുണ്ട്, അതിനെ കല പിടിച്ച് അങ്ങനെ പറഞ്ഞാട്ട് പോയാൽ മതി. ആ ഒറിജിനൽ തന്നെ അല്ലേ? കാണാ ഹമീദ, ആ ബില്ലങ്ങ് കൊടുത്തേക്ക്. 2300 രൂപയോ? ഇതാർക്കത്? ആവശ്യമുള്ളവര് വെളിയിലും ഉണ്ടല്ലോ. സാറ്, ആന ഫ്രൈ കിട്ടുമ്പോ ഒന്ന് ചോദിച്ചെന്ന് കേട്ടോ. കിട്ടായിക ഒന്നുമില്ല സാറേ. പണ്ട് നഞ്ചങ്കോടിനടുത്ത് കട നടത്തിയിരുന്നപ്പോ അതും ഞാൻ വിളമ്പിയിട്ടുണ്ട്. അതൊക്കെ അറിയേക്ക. പാർവതി, ഒരു മിനിറ്റ്. അഡ്രസ് ഇതിലുണ്ട്. ഒന്നവിടെ എത്തിക്കണമല്ലോ പാർവതി. എന്താ, എത്തിക്കില്ലേ? ഞാനോ? അതെ, ചെറിയൊരു ഫേവർ ചെയ്യില്ലേ? പാർവതി ചെയ്യും, എനിക്കറിയാം. അത്രയ്ക്ക് ഇഷ്ടമല്ല അമ്മൂനെ. എന്താ ഇത്? ആസിയാൻ കരാർ അച്ചുമ്മയുടെ വീട്ടിലെത്തിക്കണം. എന്താ പാർവതി? രവി, ഞാൻ കൊടുക്കാം. എവിടെയാന്ന് വെച്ചാൽ എത്തിച്ച പോരെ. ഒരു ഫോൺ കോൾ അകലത്തിൽ പാർവതി ഉണ്ടാവേണ്ടത് എൻ്റെ ആവശ്യമാണ്. മണ്ടത്തരൊന്നും കാണിക്കരുത്. നിന്റെ കുഞ്ഞിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. അത് മറക്കണ്ട. വാക്കുകൾ സൂക്ഷിച്ച്.
എന്നടാ അമ്പി ഇங்கே സ്മോളിങ്ஸா? இல்லை நான் ஆஃபீஸிൻ്റെ அண்ணன் என்ன இங்கே? ഞാൻ ഇങ്ങ് പക്കത്തില് സോറി, ഞാൻ ഇവനുடைய അണ്ണൻ കല്യാണകൃഷ്ണൻ. തഞ്ചാവൂരിന്ന് ഒരു ഉപ്പുമാമി വന്നിട്ടുണ്ട്. അപ്പ അവിടെ സിസ്റ്റർ ചെന്ന് കാണണമെന്ന് മാമ ഫോൺ ചെയ്ത് ഒരേ നിർബന്ധം. കുറെ അരിമുറുക്കും ചീടയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. നിന്നുടെ ഫ്രണ്ട് അല്ലേ? രവി രവി എബ്രഹാം. ക്രിസ്ത്യനാ? നമ്മ കണ്ണമ്മ അവിടെ തമ്പി മാതിരി ഇരിക്കും. അതേ ഷർട്ട്, അതേ പാന്റ്, അതേ ഷൂസ്. ആണാ മൂഞ്ചു മറ്റും അപ്പടിയല്ല. ഓക്കെ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാവരായിട്ട് പെട്ടെന്ന് കമ്പനി അല്ലണ്ണ ഞാൻ കൊഞ്ചം ബിസിയാ ഇരിക്കും അതാ. ഞാനും ബിസി, അതെല്ലാം വിട്. ഫ്രണ്ട്സ് രണ്ടുപേരും വീക്കെൻഡ് ആഘോഷിക്കാൻ ഇറങ്ങിയതായിരിക്കും. സ്മോളിങ്. അതെ, അണ്ണൻ വരുന്നോ? പിന്നെന്താ, കുറെ നേരമായി ഓട്ടോ കാത്തു നിൽക്കണേ. ഒരെണ്ണം നിർത്തണ്ടേ? ഒരു ജീവൻ രക്ഷാ പോളിസി കൊടുക്കാനുണ്ട് ചുള്ളിക്കല്. നിങ്ങൾ ആ വഴിയാ? അല്ല അതെ, കുഴപ്പമില്ല, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അല്ലണ്ണ നീങ്ക പോങ്കോ. ചുമ്മാരുടെ അമ്പി, ഒരു ഫ്രണ്ട് അൻപാകെ കൂപ്പിടുമ്പോ അത് മട്ടുമല്ല, ഫ്രീ ലിഫ്റ്റ് തന്നെ. അപ്പുറം എന്നാ ഒന്ന് വഴി മാറി. ഇതിലല്ല, ഇതിലേ അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? ഇല്ല. ഓ, പഴയ വണ്ടിയല്ലേ? ഒരു ലിഫ്റ്റ് തന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ നിനക്ക്. കർത്താവായിട്ട് എൻ്റെ കോട്ടിലിട്ട് തന്നൊരു പന്തല്ലേ അകത്ത് കയറിയിരിക്കുന്നത്. ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ. എന്നാ നീ ഒന്ന് കളിക്കേ. ചീട നമ്മുടെ അരിമുറുക്കിന്റെ ഫാമിലിയാ. ഉരുണ്ടിട്ടാന്നുള്ളൂ. സാപ്പിടുങ്കോ? വേണ്ട. റുക്കുമാമി അവരുടെ കയ്യാല പണിയത്. സാപ്പിട്ട് പാര്. സാപ്പിടുങ്കോ? ഇവൻ എങ്ങനെയാ രവിക്ക് പരിചയം? ഏതെങ്കിലും ബാറിൽ വെച്ചായിരിക്കും. ഞാൻ അപ്പവേ നനച്ചേൻ. ഞാൻ ഇവനുடைய അണ്ണൻ. അണ്ണൻ എന്ന് പറഞ്ഞ കസിൻ. ബൈ ദ വേ, ഏതാ ഡ്രിങ്ക്? സിംഗിൾ മോൾട്ട് ഏതായാലും. ഓ, വെരി നൈസ്. കേട്ടോ രവി, വലിയ സ്ഥിതിയിലൊന്നും ആയിരുന്നില്ല ഇവന്റെ കുടുംബം. അപ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. അമ്മ ഹൗസ് വൈഫ്. ഇവൻ വിക്ടോറിയയിൽ BSc ജോയിൻ ചെയ്തു. അപ്പോഴാ ഒരു ലെറ്റർ വരുന്നത്, കരക്കൂർ IIT. അന്നൊക്കെ ഞാൻ சொன்ன IIT അമ്പിന്ന്. ഇവൻ കേക്കലേ. ഇവന് താല്പര്യം ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവനൊരു 10 വയസ്സുണ്ട്. ദീപാവലിക്കും വിഷുവിനും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ശിവകാശി പടക്കം ഇവന്റെ അടുത്ത് കൊണ്ടുവരും. നവസാരവും ഇഷ്ടിയപ്പൊടിയും ബാറ്ററിക്ക് അകത്തുള്ള കരിയും ചില അങ്ങാടി മരുന്നുകളും വെടിമരുന്നിൽ മിക്സ് ചെയ്യണ ഇവന്റെ ഒരു ടെക്നിക്കുണ്ട്. ദീപാവലിക്ക് ഞങ്ങളുടെ എണ്ണക്കാര തെരുവിലെ പടക്കത്തിന്റെ ശബ്ദം നെന്മാറ വേല മാറി നിൽക്കും. അന്നയ്ക്ക് പടക്കം, ഇന്ന് ബോംബ്. അവളുതാൻ ഡിഫറൻസ്. ഇവനാത്തിലെ എല്ലാവരും മില്യൻ. രഞ്ജിനി ഇവനുടെ തങ്കച്ചി. അകത്തെ തറ NSS കോളേജിലെ ലെക്ചറർ. എന്നടാ അമ്പി, നിന്റെ കൂട്ടുകാരൻ തന്നെ രവി. രവിക്ക് ഇൻഷുറൻസ് പോളിസിയിൽ താല്പര്യമുണ്ട്. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ട്രൂ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ലോകം കെട്ടുപോയി കിടക്കുക. എവിടെ തിരിഞ്ഞാലും ടെററിസ്റ്റ് അറ്റാക്ക്, ബോംബ് ഭീഷണി, സുനാമി, ഭൂകമ്പം. ശരി, വിടുങ്ക. ഏതെങ്കിലും ബാറിലേക്കാണോ അതോ ഏതാവത് പ്രൈവറ്റ് പ്ലേസ്? അപ്പടിയൊന്നുമില്ല. ബഹുമാനം എതുക്കടാ. നമ്മൾ ഇതിനു മുമ്പ് ഒരുമിച്ച് കഴിച്ചിട്ടില്ല. ശരി തന്നെ. ആനാ ഇന്നയ്ക്ക് തുടങ്ങക്കൂടാതാ? ഇന്നയ്ക്ക് വന്ന് അമാവാസിയും നരക ചതുർദശിയും ചേർന്ന് വരുന്ന നാൾ. ദ ഡേ ഓഫ് ഇവിൾ. ഹലോ, അണ്ണനെ വഴികാട്ടിയാക്കി എന്നെ കണ്ടുപിടിക്കാം എന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. അനന്തരാമനാ, ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നടക്കാതെന്ന് അത് ഉണ്മയിതാ. ആന നടക്കാതെ. അമ്മ വല്ലതും കഴിച്ചു കാണും. നീ കാണിക്കുന്ന ഓരോ മര്യാദ കേടിനും അനുഭവിക്കുന്നത് കുഞ്ഞാണല്ലോടാ. അണ്ണാ, ഇവനോട് കുളന്ത നല്ല പടം വരയോ? സ്മാർട്ട് ഗേൾ. അണ്ണാ, ഞങ്ങൾക്ക് അവിടെ അടുത്തൊരിടം വരെ പോകണ്ടേ? അണ്ണൻ്റെ ജീവൻ രക്ഷ എടുപ്പിച്ച് ഒരു കുപ്പിയും വാങ്ങി നിൽക്കുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരാം. ഇവിടെ അടുത്തൊരു സ്ഥലത്തിന്റെ ഇടപാടാണ്. അതിനെന്താ, ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പോയിട്ട് വരും. ഞാൻ എൻ്റെ ക്ലയൻറ്റിനെയും കണ്ട് കുപ്പിയും വാങ്ങി ആ മുട്ടാർ ജംഗ്ഷനിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തൊരു ബിവറേജ് ഉണ്ട്. ക്യാഷ് എൻ്റെ കയ്യിൽ കാർഡാ. അതവിടെ എടുക്കില്ലല്ലോ. അമ്പി ഉങ്കിട്ട് എടുക്കാ. എടാ, കണക്ക് വെച്ചൊക്കെ ഞാൻ തിരുപ്പിത്തരേ. ഫുഡ് നിങ്ങൾ വാങ്ങിയിട്ട് വന്നാൽ മതി. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ. അത് ஞாபகம் வச்சுக்கா. போர்க்கி இருந்தா கொஞ்சம் வாங்கிட்டு வா.
അപ്പൊ ശരി, പോയിട്ട് വന്നോ. இவன் எந்த பற்றி எവിടെ ஒரு குழப்பண்டല്ലോ அம்பி இந்த மாதிரி மூட்ல நான் பார்த்ததே இல்லை. എന്നമാവട്ടെ, 2 സ്മോൾ കപ്പൻ റെയിൽവേ സ്റ്റേഷനിലും സിനിമാ തിയേറ്ററിലും മറ്റുള്ളവന്റെ തലേ ചവിട്ടി ടിക്കറ്റ് വാങ്ങുന്നവരാ ഇവിടെ ക്യൂ നിൽക്കണത്. എന്തൊരു അച്ചടക്കം, എന്തൊരു ക്ഷമ. മലയാളികൾക്ക് മാത്രമേ ഇത് സാധ്യമാവൂ. അതെ, ഈ കർണാടകത്തിൽ നിന്ന് പണ്ട് കാട്ടുപോത്തിന്റെ തല വെച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് വരുന്നുണ്ട്, അതുകൂടി ഉണ്ടാവോ അറിയില്ല. ഇവനൊക്കെ ഇനി എന്നാ നന്നാവുക? നിന്റെ കോർപ്പറേറ്റ് ലോകത്തെ ഏണിയും പാമ്പും കളിയിൽ നീ എങ്ങനെയാണ് എപ്പോഴും ജയിക്കുന്നതെന്നറിയാൻ കൗതുകമുണ്ടായിരുന്നു എനിക്ക്. കൃഷ്ണമൂർത്തി സാറിൻ്റെ ബ്ലൂ ഐഡ് ബോയ്, ഇപ്പോൾ നവീൻ കൃഷ്ണമൂർത്തിയുടെയും. എൻ്റെ ലക്ഷ്യം എന്തെന്നറിയാൻ അണ്ണനെ വെച്ച് നീ ഒരു കളി കളിക്കാൻ നോക്കി. പാലക്കാട്ട് ഒരു പാവം പട്ടരെ വെച്ച് നീ ഒരു കളി പ്ലാൻ ചെയ്തപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് സ്വന്തം കുഞ്ഞാണെന്ന് നീ മറന്നല്ലേ? കളികളൊക്കെ പാടുകയാണല്ലോ എബ്രഹാമേ. ഒരു പ്രമോഷൻ്റെ മണമടിക്കുന്നുണ്ടല്ലേ നിനക്ക്? പ്രൊജക്ട് മാനേജറുടെ ഇടുങ്ങിയ കൂട്ടിൽ നിന്ന് ഓപ്പറേഷൻ ഹെഡിൻ്റെ തുറസായ ആകാശത്തിലേക്ക് നവീൻ കൃഷ്ണമൂർത്തി, നിന്റെ പുതിയ ബോസ്, കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണല്ലേ നിന്നെ പറത്തിവിടാൻ. നീ ഉദ്ദേശിക്കുന്നതിലും നീളമുള്ള കൈകളാണ് എബ്രഹാമേ എൻ്റേത്. നോ സ്റ്റോപ്പ് ദ കാർ. നിന്റെ കമ്പനിയുടെ, അല്ലെങ്കിൽ നിന്റെ തന്നെ ദ മോസ്റ്റ് കവറ്റഡ് പ്രോജക്റ്റ്, അളവില്ലാത്ത സൗഭാഗ്യങ്ങളിലേക്ക് നിനക്കുള്ള ഓപ്പൺ ടിക്കറ്റ്. വൈപ്പിൻ ചെറായി റൂട്ടിലേക്ക് ഇറങ്ങുന്ന ഓവർ ബ്രിഡ്ജ്, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ്, ദാ നിന്റെ സ്വപ്നങ്ങൾ വരച്ചിട്ട കടലാസ തുണ്ടുകൾ. രവി, ഇത് നമ്മൾ തമ്മിൽ മാത്രം നിൽക്കേണ്ട രഹസ്യം. ഇത് പുറത്തു പോയാൽ എന്നേക്കാൾ ദോഷം ചെയ്യാൻ രവിക്കായിരിക്കും. ദിസ് യുവർ വിഷൻ. വൈപ്പൻ പറവൂർ ലിങ്ക് ബ്രിഡ്ജ്. എനിക്കറിയില്ലേ സർ, ഈ പാലത്തിന്റെ പണി തുടങ്ങുന്ന ദിവസമേ ഇത് പുറം ലോകം അറിയും. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ? എന്തൊരു വിഡ്ഢി ചോദ്യമാണ് എബ്രഹാമേ ഇത്. ഈ ലോകത്ത് ആണവ രഹസ്യങ്ങൾ വരെ ചോരുന്നു, പിന്നെയാണോ നിന്റെ ഈ അവിഞ്ഞ കോർപ്പറേറ്റ് രഹസ്യം? ആ ബിൽഡിംഗ് പരിചയമുണ്ടോ നിനക്ക്? ഉണ്ടാവും, സൈനോടെക്, നിന്റെ കമ്പനിയുടെ മുഖ്യ ശത്രു. പേടിക്കണ്ട, ഇത് വെറും കോപ്പിയാണ്. ഇതിൻ്റെ ഒറിജിനലാണ് പാർവതിയുടെ കയ്യിലുള്ളത്. ചെയ്യരുത്. ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ തകർക്കുന്ന എൻ്റെ കരിയർ മാത്രമല്ല, ഈ നഗരത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നന്മ, ഭാഗ്യം. ഇവിടുത്തെ ഈ നശിച്ച ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ജനങ്ങൾക്ക് റിലീഫ്. അത്രയ്ക്കൊക്കെ സമൂഹ സ്നേഹമുണ്ടോ എബ്രഹാമേ നിനക്ക്? കണ്ടാ പറയില്ല. ശരി, എങ്കിൽ വിളിച്ച് പറ പാർവതിയോട് അത് കൊടുക്കണ്ടെന്ന്. സൈനോടെക് MD മാത്യു സാറിൻ്റെ ക്യാബിനിലേക്ക് അവൾ കയറുന്നതിന് മുമ്പ്. യു സ്റ്റിൽ ഹാവ് ടൈം. ഹലോ പാറു, ഞാനാ. രവി എന്തായി പറയുന്നത്? അയാള് പറയുന്നതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. അമ്മുനെ വെച്ചൊരു റിസ്ക് എടുക്കാൻ വയ്യ രവി. ഇത് കൂടെ നമുക്ക് ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത്? നീ പറയുന്ന കേക്ക്. ചെയ്തേക്കാം, അയാള് പറയുന്നതൊക്കെ ചെയ്തേക്കാം. പാറു, the phone. പോർണ ഓണായിട്ട് ഡിസ്കൗണ്ട് എല്ലാം ചെന്ന് നിന്റെ അമ്മ
എന്നോട് ചോദിച്ചില്ല അതിന്റെ മോനെ ഇരുട്ടുമ്പോ ഇറങ്ങിക്കോളും ബോധുരിപ്പടകള് കയ്യിൽ 5 കാശില്ലാണ്ട് ഡിസ്കൗണ്ട് തരാൻ ഞാൻ എന്താടാ തുണിക്കടയാണാ നടത്തണത്. ഹലോ. എന്താ ഡപ്പള്ളി പുണ്യാള ഇത് എന്താണ് ഈ കാണുന്നത്? കാർ നിർത്തിയപ്പോ ഉമ്മ കരുതി കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണെന്ന്. വരുന്നോ ഞാൻ 1000 രൂപ. കർത്താവീശോതമ്പുരാനെ, എൽസ എന്താണ് കേക്കണത്? സാറേ, സാറിനെ പോലെ ഒരാളെ എൽസയുടെ വില പേശണ പോക്കണം കേട്. 4 ആള് കേട്ടാ എന്ത് കരുത് സാറേ? അല്ല നിങ്ങൾ ഞാൻ എഞ്ചാണ്ടി, നീ എപ്പോ നോക്കിയാലും മുടിഞ്ഞ ബിസിയാണല്ല. നിന്റെ മൊബൈൽ അവിടെ കൊണ്ട് പൂഴ്ത്തി വെച്ചേക്കണാണ്. ജീവിച്ചു പോണ്ടട മോനെ പ്രാഞ്ചിസേ. നിന്റെ റേഞ്ചൊക്കെ അങ്ങോട്ട് മാറിപ്പോയല്ലോ എൽസേ. വമ്പൻ ടീമുകളായിട്ടാണല്ലോ ഇടപാട്. കഞ്ഞി ഒടിച്ചു പോട്ടെ മോനെ പ്രാഞ്ചിസേ. എങ്കിൽ വേഗം പുറപ്പെട്, മെട്രോയിൽ റൂം എടുത്തിട്ടുണ്ട്, വേഗം പോവാം. അതിപ്പോ എങ്ങനെയാ ശരിയാവണത്? നീ ചെല്ല്, ഇത് അങ്ങടെ തീർത്തേച്ച് രാജുവിന്റെ ഓട്ടം പിടിച്ച് ഞാൻ അങ്ങടെ വരാം. നീ എന്ത് വർത്തമാനാണ് ഈ പറയണത്? നിനക്ക് വേണ്ടി 1 പൈന്റ് രാജാ വിസ്കിയും ബീഫ് ബിരിയാണിയും വാങ്ങി വെച്ചേക്കണേണ്. അതിപ്പോ എങ്ങനെടാ സാറേ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവാ. എൽസ ഈ ഇടപാടങ്ങ് പിടിന്ന് തീർത്തേച്ച് വരാം. ആ പിന്നെ അപ്പുറത്തിങ്ങനെ ഏന്ത്യനകൾ വരും വലയം കൊണ്ട് വീണ് കൊടുക്കല്. എല്ലാത്തിനും മറ്റതാ എയ്ഡ്സ്. പിന്നെ പറ്റില്ല, ഞാൻ 1500 രൂപ തരാം. ഇയാൾ എന്തൊരു മനുഷ്യനാണ്? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? എടാ താൻ വേറെ എങ്ങാണെങ്കിലും പോവായി. പറ്റില്ല. ഇമ്മും എടോ, തനിക്ക് അത്ര സൂക്കേടാണെങ്കിൽ 750 രൂപ തന്നാൽ മതിയടോ, ഞാൻ വരാം. തന്നെ കാണാൻ ഒരു മേനയൊക്കെ ഉണ്ടല്ലോ. വേറെ വല്ല നല്ല സ്ഥലത്തും പോയിക്കോടെ. എന്റെ കഞ്ഞിക്കലത്തിൽ കൈയിട്ട് വാരാൻ വന്നേക്കണ്. മകനെ ഫ്രാഞ്ചീസേ, നീ ഒരു പടത്തിനൊക്കെ കയറി തഞ്ചത്തിനൊക്കെ ഇരി. ഞാനപ്പോഴേക്കും സാറിന്റെ ഇടപാട് തീർത്ത് പിടിന്ന് വരാം. മാസങ്ങൾ കൂടിയിട്ട് നല്ലൊരു ഇടപാട് വന്ന് വീണതാണ് മോനെ. സബൂറാക്കണ്ട, നീ പോ. തനിക്കിന്ന് തോതുകയല്ലടോ. അവൻ്റെ ഒരു 1500 രൂപ. കാർ വിടിട്ടേ ചോട്ടയിൽ പോണാ സാറേ, നമ്മുടെ സ്വന്തം ആളുണ്ട്. വേണ്ട. ഇതെന്താണ് സാറേ? ജാഥയ്ക്ക് ആളെ കൂട്ടണ? ഇതെന്റെ ഭാര്യയാണ്. ഇപ്പോഴത്തെ മനുഷ്യന്മാർ ഓരോരോ കാര്യങ്ങള്. കഴിഞ്ഞതിന്റെ മുന്നേ മാസം ഇതേപോലെ തന്നെ കെട്ടിയോനും കെട്ടിയോളും പിന്നെ അയക്കട ഒരു കൂട്ടുകാരനും 2000 രൂപ തന്ന് പോരാൻ നേരം. ഇത് സാറിന്റെ കൂട്ടുകാരനായിരിക്കും. പെങ്ങളെ, ഈ സാറും ഞാനുമായിട്ടൊരു ബെറ്റ് ഉണ്ടായിരുന്നു. ഈ സാറ് വിളിച്ച പെങ്ങള് വരുന്നു, ഞാൻ വരില്ലെന്ന ഈ സാറ് തോറ്റു. ഓ, ഇതെന്ത് പേയാണ്? നുമ്മ എന്താണ് റമ്മില ജോക്കറാ? പ്രാഞ്ചിയുടെ കൂടെ പോയാൽ മതിയിരുന്നു. വേണ്ട സാറേ, തടിയാനെങ്ങാണ്ട് എൽസ കൂലി മേടിക്കൂല. ഇത് കൂലിയല്ല, ഒരു സന്തോഷത്തിന്. നിങ്ങൾക്കെ സന്തോഷം കാണിക്കണത് ഇങ്ങനെയാണാ? ചെലവന്മാരുണ്ട്. ഞാൻ പോട്ടെ സാറേ, കാണാട്ടാ. എന്തിനായിരുന്നു എന്നെ വെച്ച് ചീപ്പ് ഗെയിം? കാറിൽ കയറിയതിന് ശേഷം നിന്റെ ഏത് ചോദ്യത്തിനാടാ ഞാൻ വ്യക്തമായി ഉത്തരം തന്നിട്ടുള്ളത്?